വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പുട്ടാണ്, അതും ചിരട്ടപ്പുട്ടാണ്. അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അത് നമ്മൾ എന്നും ഉപയോഗിക്കുന്ന അരിയിൽ നിന്നാണ് ഞാൻ ഈ ഒരു പുട്ട് ഉണ്ടാക്കുന്നത്, നമ്മുടെ മട്ട അരിയിൽ നിന്ന്. അപ്പോൾ അതിന് ഞാൻ 1 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുക്കുന്നത്. അതുകൊണ്ട് മിനിമം ഒരു 4 പുട്ടെങ്കിലും നമുക്കിവിടെ തയ്യാറാക്കാം. അപ്പം നമുക്ക് ഈ ഒരു പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മട്ട അരിയാണ്. അപ്പോൾ ഈ അരി നമ്മൾ ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കും. ഇതിപ്പം നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം രാത്രിയിൽ ഞാനിത് ഈ അരിയെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കും. എന്നിട്ട് നാളെ രാവിലെ ആണ് ഞാൻ ഈ പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളൊരു 8 മണിക്കൂറെങ്കിലും ഈ ഒരു അരി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പം ഞാനിവിടെ 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അരി ഒന്ന് കുതിരാൻ പാകത്തിനുള്ള വെള്ളം, ഈ ഒരു വെള്ളത്തിന്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിന് മൂടി വെക്കുക. എന്നിട്ട് നാളെ രാവിലെ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിനിപ്പം ഇങ്ങനെ നമുക്ക് മൂടി വെച്ചേക്കാം. ഇപ്പോൾ ഒരു 8 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അരി കുതിർന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഈ അരിയെ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അരി ഇപ്പം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വെള്ളം കുറച്ചൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്നെങ്കിൽ ജസ്റ്റ് അരിപ്പയിലൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വാർത്തിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി ഇട്ടിട്ട് അതിന്റെ പുറത്തേക്ക് ഇത് വെതറി ഇട്ടിട്ട് ആ സമയത്ത് ഇതിന്റെ വെള്ളം അങ്ങ് വറ്റിപ്പോയിക്കോളും. ഞാൻ എന്തായാലും ഇതിനെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് വാർത്തിടാൻ വേണ്ടി പോവാം. 5 മിനിറ്റ് വാർത്തിട്ട ശേഷം ഇതിനെ മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പൊ ഇത് വാർത്ത് നന്നായിട്ട് ഞാൻ എടുത്തിട്ട് ഒരു 5 മിനിറ്റ് മതി. അത് കൂടുതലൊന്നും വാർത്തിടേണ്ട ആവശ്യമില്ല. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു അരിനെ മാറ്റാം. ഇത് 2ആയിട്ട് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ നല്ല രീതിയിൽ പൊടിഞ്ഞു വരത്തുള്ളൂ. ഒരുപാട് അങ്ങ് പൊടിക്കണ്ട. പുട്ടുപൊടിക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് പൊടിച്ചെടുത്താൽ മതി. അപ്പം ഇതിനെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും, നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിപ്പോ ആ ഒരു വെള്ളത്തോടു കൂടി ആയിരുന്നതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ ഇത് പ്രത്യേകിച്ച് പുട്ടിനായിട്ട് നനയ്ക്കേണ്ട ഒന്നും ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് ഇനിയിപ്പം കുറച്ച് തേങ്ങയും ഉപ്പിന്റെ ആവശ്യമുള്ളൂ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോ ഉപ്പും കുറച്ചൊരു തേങ്ങയും കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഈ ഒരു തേങ്ങ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇടണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ആ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇട്ടാൽ മതി. ഇനിയിപ്പോൾ അല്ലാതെ വെള്ളം കുഴച്ച് ഇത് നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി നനഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കുക്കർ ഗ്യാസിന്മേൽ വെക്കാം. എന്നിട്ട് അതിനകത്ത് ചിരട്ടപ്പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ പുട്ടുപൊടി എടുത്തു വെക്കാം. ഞാൻ ചിരട്ടപ്പുട്ടിന്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പുട്ടുപൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് കുത്തി നിറയ്ക്കല്ലേ. ഇനി ഇതിന്റെ പുറത്തും കുറച്ച് തേങ്ങ വേണ്ടവർക്ക് ഇടാം, നിർബന്ധമൊന്നുമില്ല. കുറച്ച് ഇട്ട് കൊടുക്കുക. കുറച്ചൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് മൂടി വെക്കാം. ഇനി എന്നിട്ട് നമുക്ക് ഇത് കുക്കറിന്റെ മുകളിൽ വെച്ച് കൊടുക്കാം.
ഞാൻ ഇവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഈ കുക്കറിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. ഒരു 3 ഗ്ലാസ്സെങ്കിലും മിനിമം വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇതിന്റെ വിസിലെടുത്ത് മാറ്റണം കുക്കറിന്റെ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആ എടുത്തു വെച്ചേക്കുന്ന ആ പുട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്തു വെക്കാം. ചേർത്തപ്പുട്ട്. പിന്നെ ഇതിന്റെ ഈ മുകളിൽ കൂടെ ആവി വരണം. ഇത് ആവി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുട്ട് വെന്തു എന്നാണ്. അപ്പൊ നമുക്ക് ഇത് ആവി വരുന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പുട്ടിന് ഇവിടെ ആവി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ആവി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ട് വെന്തു എന്നാണ്. നമുക്ക് ഈ പുട്ടിനെ നമുക്ക് എടുക്കാം. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പുട്ടാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. ആർക്കും ഉണ്ടാക്കാവുന്ന രീതിയിലുള്ളൊരു റെസിപ്പിയാണിത്. നമ്മുടെ കയ്യിലുള്ള വീട്ടിലുള്ള നമ്മൾ എന്നും കഴിക്കുന്ന ആ ചോറ് വെച്ചിട്ടുള്ള അരി കൊണ്ടാണ് നമ്മൾ ഈ പുട്ട് ഇവിടെ റെഡിയാക്കിയേക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു.